കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 40 അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാവീദ് എന്ന ദൈവമനുഷ്യൻ്റെ അനുഗ്രഹീതമായൊരു സങ്കീർത്തനമാണ് 40-ാമത്തെ സങ്കീർത്തനം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് ചിന്തകൾ, രണ്ട് ഭാഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 2ാമത്തെ വാക്യത്തിലേക്ക് വന്ന്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പം നാശകരമായ കുഴിയിൽ കിടന്നിരുന്ന, അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിനകത്ത് അകപ്പെട്ട, എഴുന്നേൽക്കാൻ കഴിയാതെ തകർന്നു കിടന്നിരുന്ന ഒരു അനുഭവം ദാവീദ് ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന് ചിന്തിച്ചൊരു സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമ്മളൊരു പക്ഷേ ഇന്നും കടന്നു പോകുന്നവരായിരിക്കാം. ഇനിയൊരു ഉദാഹരണം എനിക്കുണ്ടാകുമോ? ഇനിയൊരു വിടുതൽ എനിക്കുണ്ടാകുമോ? ഇനിയൊരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുമോ? ഈ കുഴിയിൽ നിന്ന്, ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് കരകയറുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന പലവിധ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുക ഉണ്ടാകാം. പക്ഷേ ദാവീദ് പറയുന്നു, ഇവിടെ നിന്നെല്ലാം എന്നെ ദൈവം കയറ്റി. അടുത്ത് പറയുന്നത് എന്തുവാണ്? എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പം ദൈവം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റുക മാത്രമല്ല, പാറമേൽ അവൻ നമ്മെ നിർത്തി പുതിയൊരു പാട്ട് നമ്മുടെ നാവിൽ തരുമെന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പക്ഷേ ഇവയെല്ലാം നടക്കണമെങ്കിൽ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറണമെങ്കിൽ, കുഴിയിൽ നിന്ന് കയറണമെങ്കിൽ, സ്തോത്രം, എന്ത് സംഭവിക്കണം? കാലുകളെ പാറമേൽ നിർത്തണമെങ്കിൽ, ഗമനത്തെ സ്ഥിരമാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതാണ് ആദ്യ വാക്യം. എന്തുവാ? ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. എന്താ അതിൻ്റെ അർത്ഥം? ശ്രദ്ധിക്കണേ. ഒന്ന്, കാത്തിരിക്കണം. ദൈവത്തിനായിട്ട്, ദൈവപ്രവർത്തിക്കായിട്ട് പ്രാർത്ഥനയോടെ, നിലവിളിയോടെ ദാവീദ് കാത്തിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം അവനിലേക്ക് ചായ്ഞ്ഞു. ആരിലേക്ക്? പ്രാർത്ഥിച്ച ദാവീദിലേക്ക് ദൈവം ചാഞ്ഞു വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങളുടെ നിലവിളിയുടെ മുൻപിൽ, നിങ്ങളുടെ കരച്ചിലിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ഉപവാസത്തിൻ്റെ മുൻപിൽ അവൻ നിങ്ങളിലേക്ക് ചാഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ട്, കേട്ടോ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രത്യാശയുടെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. അവൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് ഉദ്ധാരണം തരുന്ന ദൈവമാണ്. പ്രാർത്ഥന കേട്ടിട്ട് സ്വർഗത്തിൽ മിണ്ടാതിരിക്കുന്നവനല്ല. അവൻ നിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവപ്രവൃത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കണമേ, കൃപ കൊണ്ട് പൊതിയണമേ. ശത്രുവിൻ്റെ സകല പദ്ധതികളിൽ നിന്ന് അവിടെ ഞങ്ങളെ വിടുവിച്ചാട്ട് അനുഗ്രഹത്തെ കൽപ്പിക്കണം. വഴികളെ കർത്താവ് തുറക്കും. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.